ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. കൊലപാതകം നടന്ന് 35 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനു പിന്നിൽ ആരാണെന്ന് ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആയിരത്തി 1987 ഈ സംഭവം നടക്കുന്നത്. അമേരിക്കയിലെ സൗതേൺ ഇലിനോയിലുള്ള ഒരു ഗ്രാമമായിരുന്നു ഐന. ആകെ ഒരു പെട്രോൾ പമ്പ്, ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ഫയർ സ്റ്റേഷൻ, ഒരു ബാങ്ക്, ഇങ്ങനെ വളരെ കുറച്ച് സ്ഥാപനങ്ങളും സൗകര്യങ്ങളും മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആൾക്കാരെ ഒരു പ്രത്യേക പേരിട്ടിട്ടാണ് വിളിച്ചിരുന്നത്, ഡാർഡീൻസ്. അങ്ങനെയിരിക്കുമ്പോഴാണ് 1987 ആ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ഒരു കൊലപാതകം നടക്കുന്നത്. 29 വയസ്സുള്ള കീത്ത് ഡാർഡിൻ, അദ്ദേഹത്തിന്റെ ഭാര്യ 30 വയസ്സുള്ള എലൈൻ ഡാർഡിൻ, ഇവരുടെ 2 വയസ്സുള്ള മകൻ പീറ്റർ. 3 പേരടങ്ങുന്ന ഈ ഫാമിലി ഐന ഗ്രാമത്തിലെ ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന് അവരുടെ തന്നെ ഒരു പോർട്ടബിൾ ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയം കീത്ത് ഡാർഡിന്റെ വൈഫ് എലൈൻ 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഇവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് കാസി എന്നൊരു പേരും അവർ കണ്ടുവച്ചിരുന്നു. എലൈൻ അടുത്തു തന്നെയുള്ള ഒരു സപ്ലൈ സ്റ്റോർ ഓഫീസിലെ ജീവനക്കാരിയാണ്. കീത്ത് ഡാർഡിൻ ആ ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ഡാമിലെ ഓപ്പറേറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പോർട്ടബിൾ ഹോം കീത്ത് ഡാർഡിൻ വർക്ക് ചെയ്യുന്നതിന് അടുത്തു തന്നെയായിരുന്നു സ്ഥാപിച്ചിരുന്നത്. ജോലി കഴിഞ്ഞുള്ള ഫ്രീ ടൈമുകളിൽ അടുത്തുള്ള ചർച്ചിൽ സംഗീത പരിപാടികളിലും ഇവർ പങ്കെടുത്തിരുന്നു. കീത്ത് ഒരു സിംഗർ കൂടിയായിരുന്നു. എലൈൻ കീബോർഡ് വായിക്കും. ഇവരുടെ മകൻ പീറ്ററിന്റെ ഫ്യൂച്ചറിലുള്ള പഠനത്തിന് വേണ്ടിയാണ് അഡീഷണൽ ടൈമുകളിൽ ജോലി ചെയ്ത് ഇവർ വരുമാനം കണ്ടെത്തിയിരുന്നത്. അടുത്തു തന്നെ ഇവർക്ക് ഒരു കുട്ടി കൂടി ജനിക്കാൻ പോകുന്നത് കൊണ്ട് ഐന ഗ്രാമത്തിൽ നിന്നും വിട്ട് നല്ലൊരു സിറ്റിയിലേക്ക് മാറാൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഐന ഗ്രാമത്തിൽ 15 പേർ അതിമാരകമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇവരെല്ലാം ആരാണ് കൊന്നത് എന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ ദുരൂഹ മരണങ്ങൾ തുടർച്ചയായി നടക്കുന്ന സ്ഥലത്ത് താമസിക്കാൻ അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കീത്ത് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഈ വിഷയത്തെക്കുറിച്ച് കീത്ത് തന്റെ അമ്മയോട് പലതവണ സംസാരിച്ചിരുന്നു. കീത്തിന്റെ അച്ഛനും അമ്മയും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 1 മണിക്കൂർ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. കീത്ത് തന്റെ ഫാമിലിയെ വളരെയധികം കെയർ ചെയ്താണ് സംരക്ഷിച്ചു വന്നത്. ഒരു ദിവസം രാത്രി ഒരു ലേഡി കീത്തിന്റെ വീട്ടിലെത്തി തനിക്കൊരു ഫോൺ കോൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനോ അവളെ ഒന്ന് ഫോൺ ചെയ്യാനോ കീത്ത് സമ്മതിച്ചില്ല. തന്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടിയാണ് കീത്ത് ഇങ്ങനെയെല്ലാം പെരുമാറിയിരുന്നത്. 1987 നവംബർ 18 കീത്ത് ഡാർഡിൻ അന്ന് ജോലിക്കെത്തിയില്ല. തന്റെ സൂപ്പർവൈസറോട് യാതൊരു അവധിയും പറയാതെയാണ് കീത്ത് ജോലിക്ക് വരാതിരുന്നത്. അത്തരമൊരു സാഹചര്യം കീത്ത് ഡാർഡിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. സൂപ്പർവൈസർ പലതവണ കീത്തിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു നോക്കിയെങ്കിലും കോൾ ആരും അറ്റൻഡ് ചെയ്തില്ല. അവസാനം അദ്ദേഹം കീത്തിന്റെ പേരൻസിന്റെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു. കീത്തിന്റെ ഫാദറും ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതോടെ അവർ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. പോലീസ് ആ വീട്ടിലേക്ക് എത്തുന്നു. പുറത്തുനിന്നും ഡോർ നോക്ക് ചെയ്തെങ്കിലും ആരും തുറക്കുന്നില്ല. കീത്തിന്റെ ഫാദറിന്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് പോലീസ് ആ വീടിന്റെ ഡോർ തുറക്കുന്നു. അകത്ത് കയറി പരിശോധിച്ച പോലീസുകാർ കണ്ടത് അതിഭീകരമായ ഒരു കാഴ്ച. എത്ര തന്നെ മനക്കരുത്തുള്ള പോലീസുകാരായിരുന്നാലും ആ കാഴ്ച അവരുടെ രക്തത്തെ മരവിപ്പിക്കുന്നതായിരുന്നു. എലൈൻ ഡാർഡിനും അവരുടെ 2 വയസ്സായ മകൻ പീറ്ററും അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ അവരെ അതിമാരകമായ രീതിയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കൂടി അവർ കാണുകയാണ്. ജനിച്ച് മണിക്കൂറുകൾ മാത്രമുള്ള ഒരു കുട്ടിയും അവിടെ മരിച്ചു കിടക്കുന്നു. ആ സമയം 9 മാസം പ്രഗ്നന്റ് ആയിരുന്ന എലൈൻ ഡാർഡിന്റെ കുട്ടിയായിരുന്നു അത്. ആ കുട്ടിയെ പോലും ആ കില്ലർ വെറുതെ വിട്ടില്ല. കീത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ചാണ് ആ 3 പേരെയും മൃഗീയമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എലൈൻ ഡാർഡിന്റെ തലയോട്ടി തകർന്നിട്ടുണ്ട്. 2 വയസ്സ് മാത്രമുള്ള പീറ്ററിനെയും അതേ രീതിയിൽ തന്നെയാണ് കൊന്നിരിക്കുന്നത്. പോലീസിന്റെ നിഗമന പ്രകാരം എലൈനെ ആക്രമിക്കുന്ന സമയത്തായിരിക്കണം അവളുടെ ഡെലിവറി നടന്നിരിക്കുന്നത്. ഒരു തരി മനസാക്ഷി പോലുമില്ലാതെ ആ കുട്ടിയെയും കൊന്നിരിക്കുന്നു. ഈ 3 പേരുടെയും മൃതദേഹം ആ വീട്ടിലെ റൂമിലുണ്ടായിരുന്ന ബെഡിലായിരുന്നു കിടന്നിരുന്നത്. ആ വീടിനകത്ത് പല സ്ഥലത്തും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. കില്ലർ കൊലപാതകത്തിന് ശേഷം വളരെയധികം സമയമെടുത്താണ് ആ വീട്ടിൽ നിന്നും പോയിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി.
അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കീത്ത് ഡാർഡിൻ മിസ്സിംഗ് ആണ്. പോലീസിന്റെ ആദ്യ നിഗമനം കീത്ത് ഡാർഡിൻ തന്നെയായിരിക്കും കൊലയാളി എന്നായിരുന്നു. ഫാമിലിയെ മുഴുവൻ കൊന്ന് അയാൾ എങ്ങോട്ടോ പോയിരിക്കണം. പക്ഷെ പോലീസിന്റെ ഈ നിഗമനം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരുത്തപ്പെട്ടു. കൊലപാതകം നടന്ന ആ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി കീത്ത് ഡാർഡിന്റെ മൃതദേഹവും പോലീസിന് ലഭിക്കുന്നു. കീത്തിന്റെ ശരീരത്ത് 3 സ്ഥലത്ത് വെടിയേറ്റിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ലൈംഗികാവയവം മുറിച്ചു മാറ്റിയിരിക്കുന്നു. ആ വീട്ടിൽ നിന്നും കീത്തിന്റെ കാർ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ ആ കാർ കണ്ടെത്തിയത് പോലീസ് സ്റ്റേഷന് പുറത്തുള്ള റോഡിൽ വെച്ച് തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ ആ കാർ ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ ആ കില്ലറിന് എത്രത്തോളം ധൈര്യമുണ്ടാവും? കാറിനുള്ളിൽ മുഴുവൻ രക്തം തളം കെട്ടി നിന്നിരുന്നു. ആ കാർ തുറന്ന് പരിശോധിച്ച പോലീസിന് ഒരു കാര്യം മനസ്സിലായി. കാറിനകത്ത് വെച്ച് തന്നെയാണ് കീത്ത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം കീത്തിനെ ആ കാറിനകത്തിട്ട് കൊണ്ടുവന്നതായിരിക്കും. ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ ആരായിരുന്നു ആദ്യം കൊല ചെയ്യപ്പെട്ടത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കൊലപാതകത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തുകൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു കാരണവും തങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കാരണം കീത്തിന്റെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓർണമെന്റ്സ്, ക്യാഷ് ഒന്നും മിസ്സിംഗ് ആയിട്ടില്ല. കീത്തിന് ഫാമിലി പ്രശ്നങ്ങളുള്ളതായിട്ടോ ശത്രുക്കളുള്ളതായിട്ടോ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാമ്പത്തികമായ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പരിസരവാസികൾക്കും അവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ കീത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ച് മയക്കുമരുന്നുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവർക്ക് ഡ്രഗ് ഡീലിംഗ്, മറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു തെളിവും പോലീസിന് ലഭിച്ചതുമില്ല. മാത്രമല്ല ഇവർ ഡ്രഗ് ഉപയോഗിച്ചതിനും തെളിവുകളില്ല. ഒരുപക്ഷെ കില്ലർ അത് ആ വീട്ടിൽ ഉപേക്ഷിച്ചു പോയതായിരിക്കും. 1980കളിൽ സാത്താനിൽ വിശ്വസിക്കുന്ന ധാരാളം സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അതുണ്ടെങ്കിലും 1980കളിൽ അത് വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സാത്താൻ സേവയ്ക്ക് വേണ്ടി ഈ ഫാമിലിയെ ഏതെങ്കിലും സംഘങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കും എന്നുള്ള തരത്തിലും അന്വേഷണം നടന്നു. ഇത് യാദൃശ്ചികമായി നടന്ന ഒരു കൊലപാതകമല്ല എന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നും പോലീസിന് ഉറപ്പായിരുന്നു. കില്ലേഴ്സിനെ കുറിച്ച് കൂടുതൽ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ കേസിന് കാര്യമായ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. കീത്ത് ഡാർഡിന്റെ ഫാമിലി എല്ലാ ആഴ്ചയിലും പോലീസുകാരെ വിളിച്ച് ഈ കേസിന്റെ പുരോഗതി അന്വേഷിക്കുമായിരുന്നു. പക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കീത്തിന്റെ ഫാമിലി ചില സംശയങ്ങൾ പോലീസുകാരോട് പറഞ്ഞിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് കീത്ത് ഇവരോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ആ സംശയത്തിന് വഴിവെച്ചത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കീത്തിനെ സമീപിച്ചു എന്നും എന്നാൽ താൻ അതിന് സമ്മതിച്ചില്ല എന്നുമാണ് കീത്ത് തന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നത്. അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പാരന്റ്സിനോട് തുറന്നു പറയാതിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണവും എവിടെയും എത്തിയില്ല. സീരിയൽ കില്ലേഴ്സിന് ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള തരത്തിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. FBI ഉൾപ്പെടെ പ്രഗത്ഭരായ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഈ കേസിന് യാതൊരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പല ഫാമിലീസിലും ആൾക്കാർക്ക് മാനസികമായി പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇനി അടുത്തത് തങ്ങളായിരിക്കുമെന്നുള്ള ഭീതിയിലാണ് അവർ ജീവിതം തള്ളി നീക്കിയത്. ഇതിനിടയിൽ ഈ കേസിൽ ചെറിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടായി. 2 പെൺകുട്ടികളെ കഴുത്തറുത്തു കൊന്നതിന് ടോം എന്ന പേരുള്ള ഒരു സീരിയൽ കില്ലർ അറസ്റ്റിലായി. എത്ര കൊലപാതകങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ടോമിനോട് അന്വേഷിച്ചപ്പോൾ ഏകദേശം 70-ന് മുകളിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഡാർഡിൻ ഫാമിലിയുടെ കൊലപാതകത്തിന് പിന്നിലും താനാണ് എന്നും ഇയാൾ വെളിപ്പെടുത്തി. കീത്ത് ഡാർഡിൻ തന്നെ ഒരു ഡിന്നർ പാർട്ടിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നാണ് ടോം വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിലെ പലരും വിശ്വാസത്തിനെടുത്തില്ല. കാരണം തന്റെ ഫാമിലിയെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടന്നിരുന്ന കീത്ത് യാതൊരു പരിചയവുമില്ലാത്ത ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നെല്ലാം ടോമിനോട് വിശദമായി പോലീസ് അന്വേഷിച്ചപ്പോൾ പലതവണ ഇയാൾ പല പല കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല ടോം വെളിപ്പെടുത്തിയ പല സാഹചര്യങ്ങളും കൊലപാതകം നടന്ന സ്ഥലത്തെ സാഹചര്യങ്ങളുമെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ടോം 70-ന് മുകളിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 22 കൊലപാതകങ്ങൾക്ക് മാത്രമാണ് ഇയാൾ ശിക്ഷിക്കപ്പെട്ടത്. അതിൽ ഡാർഡിൻ ഫാമിലിയുടെ മർഡർ ഉണ്ടായിരുന്നില്ല. 2014-ൽ ടെക്സാസിൽ വെച്ച് ടോം തൂക്കിലേറ്റപ്പെട്ടു. എന്നാൽ ഇതുവരെയും ഡാർഡിൻ ഫാമിലിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അൺസോൾവ്ഡ് കേസുകളുടെ കൂട്ടത്തിൽ ഡാർഡിൻ ഫാമിലി കേസും തുടരുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. പുതിയൊരു കേസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.